So once again, welcome back to virtual teaching. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് PBDയിലെ സെക്കൻഡ് മൊഡ്യൂളാണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വീഡിയോ കാണാത്തവരായിട്ട് ഞാൻ വേണമെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെയും ഒന്നിച്ചാക്കിയിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ മൊഡ്യൂളിലേക്ക് എടുക്കാം. സോ ഇതിലെ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്താണ് ഡിമാൻഡ് കർവ്. സോ എന്താണ് ഡിമാൻഡ് കർവ്? ഈ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ഇമേജും കൂടി വരണം. നമ്മളെപ്പോഴും ഈ ഗ്രാഫ് വരച്ചിരിക്കണം. The graphical representation of the inverse relationship between price and quantity is known as demand curve. നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നറിയാം. എന്താ ലോ ഓഫ് ഡിമാൻഡ്? ഈ പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറയും, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറയും, അതേപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി കൂടും. ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണെന്ത്? ലോ ഓഫ് ഡിമാൻഡ്, ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വെൻ ഓൾ അതർ ഫാക്ടർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇവിടെ പ്രൈസും ക്വാണ്ടിറ്റിയും മാത്രമേ മാറുള്ളൂ, ബാക്കി എല്ലാ ഫാക്ടേഴ്സും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഈ അതർ ഫാക്ടേഴ്സ് വെച്ച് എന്തൊക്കെയായിരിക്കും? നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇൻകം, അതുപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ട്രെൻഡ്, ഈ കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിട്ട് പ്രൈസും ക്വാണ്ടിറ്റി മാത്രം മാറുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ആ ലോ ഓഫ് ഡിമാൻഡിനെ ഒരു ഗ്രാഫിൻ്റെ ഫോമിൽ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, എന്ത് സംഭവം? പ്രൈസ് കൂടുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ക്വാണ്ടിറ്റി കുറയും. അതുപോലെ നേരെ തിരിച്ചും പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി കൂടും. അതാണ് എന്ത്? നമ്മുടെ ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ ഗ്രാഫിൽ വരയ്ക്കുന്നതിനാണ് നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ഡിമാൻഡ് കർവ് വരയ്ക്കാനും പഠിക്കാം. ഇത് വരയ്ക്കുമ്പോൾ നമുക്കതിനുള്ള മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് റീസൺ ഫോർ ലോ ഓഫ് ഡിമാൻഡ്. ഇപ്പോൾ നേരത്തെ കണ്ട ആ ഗ്രാഫില്ലേ, ആ ഗ്രാഫിന് ഉള്ള റീസൺ എന്താണ്? അല്ലെങ്കിൽ ആ ലോ ഓഫ് ഡിമാൻഡ് വരാനുള്ള റീസൺ എന്താണ്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പായി? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലോ ഓഫ് ഡിമാൻഡ് ഉണ്ടായത്? ഒന്നാമത്തെ ഇൻകം എഫക്റ്റ്. ഇൻകം എഫക്റ്റ് എന്ന് എഴുതുമ്പോൾ ഒരിക്കലും നമ്മൾ തെറ്റിക്കരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻകം ഇവിടെ ചേഞ്ച് ചെയ്യില്ല. ഹിയർ ദ ഇൻകം ഈസ് ഫിക്സഡ്. ഇൻകം എന്താണ്? എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഇൻകം ഫിക്സഡ് ആണ്. എന്തുകൊണ്ടാണത്? ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റി മാത്രമേ മാറുള്ളൂ, ബാക്കിയൊന്നും മാറില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇൻകം ഫിക്സഡ് ആണെന്ന് പറയാൻ കാരണം. ഇൻകം എഫക്റ്റിൽ ഇൻകം ഫിക്സഡ് ആണ്. വെന്നെവർ ദർ ഇസ് എ ഫോൾ ഇൻ പ്രൈസ് കൺസ്യൂമർ വിൽ ബി ഏബിൾ ടു ബൈ മോർ ഗുഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് 100 രൂപ തന്നെയാണ്. ആ ഒരു പ്രൊഡക്റ്റിന് പണ്ട് ഉണ്ടായ വില 100 അപ്പോൾ നമ്മൾ 100 രൂപ കൊണ്ട് വന്നു. പക്ഷേ പിന്നെ അറിഞ്ഞത് ഈ പ്രൊഡക്റ്റിൻ്റെ വില കുറഞ്ഞു, ഇപ്പോൾ 50 രൂപയുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് ആ പ്രൊഡക്റ്റിൻ്റെ 2 ഇരട്ടി മേടിക്കാൻ പറ്റി, അല്ലേ? 50 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റും പിന്നെ 50 രൂപയ്ക്ക് മേടിക്കാൻ 2 പ്രൊഡക്റ്റ് എനിക്ക് മേടിക്കാൻ പറ്റി. അപ്പോൾ അതെന്താണ്? ഇവിടെ ഇൻകം സെയിം തന്നെയാണ്, പക്ഷേ പ്രൈസ് കുറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റി. അതാണ് ഇൻകം എഫക്റ്റിൽ പറയുന്നത്. അപ്പോൾ വെന്നെവർ ദർ ഇസ് എ ഫോൾ ഇൻ പ്രൈസ് കൺസ്യൂമർ വിൽ ബി ഏബിൾ ടു ബൈ മോർ ഗുഡ്സ്. കൂടുതൽ ഗുഡ്സ് മേടിക്കാൻ പറ്റി. അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് എഫക്റ്റ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? വെൻ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇൻക്രീസസ് കൺസ്യൂമർ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് മോർ കോസ്റ്റ്ലി വിത്ത് ലോ കോസ്റ്റ്ലി പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കെന്താണ്? ഇൻകം ഫിക്സഡ് ആണ്. നമ്മുടെ കയ്യിൽ ആകെ 100 രൂപയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്നും മേടിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റിന് കാശ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതേപോലത്തെ വേറെ പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കും, കാശ് കുറഞ്ഞ പ്രൊഡക്റ്റ് മേടിക്കും. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് മേടിക്കാനാണ് കടയിൽ വന്നത്. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് 100 രൂപയാണ്. 100 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് മേടിക്കാനാണ് വന്നത്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച ബിസ്ക്കറ്റിന് ഇപ്പോൾ 110 രൂപയായി. എൻ്റെ കയ്യിൽ ആ കാശില്ല. ഞാനപ്പോൾ എന്ത് ചെയ്യും? അവിടെ ആ പ്രൊഡക്റ്റ് മേടിക്കാണ്ട് അതിന് പകരമായിട്ടുള്ള വേറൊരു ബിസ്ക്കറ്റ്, 100 രൂപ കിട്ടുന്ന വേറൊരു ബിസ്ക്കറ്റായിരിക്കും ഞാനവിടെ മേടിക്കാൻ പോകുന്നത്. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു കമോഡിറ്റി തന്നെ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് മടുക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു, മാംഗോ ജ്യൂസ് കുടിച്ചു. ആദ്യം കുടിക്കുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെടും ആ ജ്യൂസ്. നമ്മളിപ്പോൾ ഭയങ്കര ചൂടത്തൊക്കെ എന്നാൽ കുടിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര ആശ്വാസം തോന്നും. പക്ഷേ രണ്ടാമതൊരു ഗ്ലാസ് കുടിക്കാൻ പറയുമ്പോഴേക്കും നമുക്കെന്താണ്? അത് കുറച്ചൊന്ന് മട്ടിത്തുടങ്ങും. മൂന്നാമത്തെ ഗ്ലാസ് ആകുമ്പോൾ നമുക്കത് വേണ്ടാന്ന് തോന്നിപ്പോവും.
ആദ്യം കുടിച്ച ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആദ്യം കുടിച്ച് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആ മൂന്നാമത്തെ ഗ്ലാസ് ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി. ഇങ്ങനെ നമ്മളുടെ ആ ഒരു വിശപ്പും ദാഹമൊക്കെ കുറയും തോറും നമുക്ക് അതിനോടുള്ള ആ ഒരു താല്പര്യവും കുറയും. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. വെൻ എ കമോഡിറ്റി ഈസ് യൂസ്ഡ് റിപ്പീറ്റഡ്ലി ദ ഡിമാൻഡ് ഡിക്രീസസ്. ഓക്കെ, അടുത്താണ് ഇനി വേരിയസ് യൂസ് ഓഫ് കമോഡിറ്റി. എന്താണത്? വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ദ കമോഡിറ്റി വിൽ ബി യൂസ്ഡ് ഇൻ മോർ അർജൻറ്റ് പർപ്പസ് ആൻഡ് വെൻ പ്രൈസ് ഡ്രോപ്പ് ഇറ്റ് വിൽ ബി യൂസ്ഡ് ഇൻ മെനി പർപ്പസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബെസ്റ്റ് എക്സാമ്പിളാണ് സവാള എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സവാളയുടെ പ്രൈസ് വളരെ കുറവാണെങ്കിൽ, ഒരു ഞായറാഴ്ചയാണെന്ന് കരുതുക, സവാളയ്ക്ക് ഒട്ടും കാശില്ല, ഭയങ്കര കുറവാണ്, 20 രൂപ അത്ര കൊള്ളുമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അമ്മ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചാൽ ബിരിയാണിയുടെ മുകളിൽ വെറുതെ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സവാള ഉപയോഗിക്കും, കച്ചമ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കും, അതേപോലെ ചിക്കൻ കറിയിൽ കുറേ സവാള ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സവാള നല്ലതായിട്ട് യൂസ് ചെയ്യും. നേരെ മറിച്ച് ഇപ്പോൾ സവാളയ്ക്ക് ഭയങ്കര കാശ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ബിരിയാണിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും സവാള എടുക്കണ്ട, ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ കച്ചമ്പർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമുക്ക് ആ ഒരു സവാള എടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ കറിയിൽ മാത്രം എടുക്കാം. അല്ലാണ്ട് വേറെ അനാവശ്യ യൂസിനൊന്നും നമുക്ക് സവാള എടുക്കണ്ടെന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ അതെന്ത് സംഭവം? പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യും. പ്രൈസ് ഡ്രോപ്പ് ആയിക്കഴിഞ്ഞാൽ, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എല്ലായിടത്തും നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം തന്നെ അത് യൂസ് ചെയ്യും. അതാണ് വേരിയസ് യൂസ് ഓഫ് കമോഡിറ്റിയിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്താണ് ലിമിറ്റേഷൻ ടു ലോ ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് വരാത്ത സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. എപ്പോഴൊക്കെയാണ്? ഒന്നാമത്തത് ഇൻഫീരിയർ ഗുഡ് ഓർ ജിഫൻ ഗുഡ്സ്. ഈ ഇൻഫീരിയർ ഗുഡ്സ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അവരെ പോലത്തെ വേറെ പ്രൊഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോ ഇൻകം ഫാമിലി ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. അവർക്ക് വേറെ ഒന്നും മേടിക്കാൻ പറ്റില്ല. അവർക്ക് ഈ സംഭവം മാത്രം ആശ്രയിച്ചായിരിക്കും അവർ ജീവിക്കുക. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷുകാരൊക്കെ നോക്കുകയാണെങ്കിൽ അവരെന്താണ് ബ്രെഡ് കഴിച്ചായിരിക്കും ജീവിക്കുക. അപ്പോൾ ആ ഒരു ബ്രെഡിന് പൈസ എത്ര കൂടിയാലും അവരത് മേടിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് അത് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഗുഡ്സാണ് ഈ പറയുന്ന ഇൻഫീരിയർ ഗുഡ്സ് അല്ലെങ്കിൽ ജിഫൻ ഗുഡ്സ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടും ഇൻകം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് ആശ്രയിച്ച് ജീവിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഇനി പ്രസ്റ്റീജ് ഗുഡ്സ്. പ്രസ്റ്റീജ് ഗുഡ്സ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗുഡ്സിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വില തീരുമാനിക്കുന്നതിൻ്റെ പ്രൈസ് വെച്ചിട്ടാണ്. എത്രയോ പ്രൈസ് കൂടുന്നു അത്രയും കൺസ്യൂമർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അത് മേടിക്കാൻ നോക്കും. നമ്മുടെ സൊസൈറ്റിയിലുള്ള സ്റ്റാറ്റസ്, വളരെ വലിയ പണക്കാരൊക്കെ അവർ സൊസൈറ്റിയിലുള്ള സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കാശ് കൂടിയ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്നത്. അതാണ് പ്രസ്റ്റീജ് ഗുഡ്സ്. അവർക്ക് കാശ് കൂടുന്തോറാണ് അവർക്ക് ആ ഗുഡ്സ് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. അടുത്താണ് ഇനി കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ. കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് പെട്ടെന്ന് കൂടി എന്ന് കരുതുമ്പോൾ കൺസ്യൂമർ കരുതും ഈ ഗുഡ്സിൻ്റെ പ്രൈസ് ഇത്രയും കൂടാൻ കാരണം ചിലപ്പോൾ ഈ സാധനത്തിന് ഒട്ടും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ എന്തോ വലിയൊരു ഷോർട്ടേജ് നമ്മൾ അനുഭവിക്കാൻ പോവാണ് എന്ന് വെച്ചിട്ട് പ്രൈസ് ഹൈ ആയ സമയത്ത് തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? അത് കൂടുതൽ മേടിച്ച് വയ്ക്കാൻ നോക്കും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കൺസ്യൂമറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് പ്രൈസ് പെട്ടെന്ന് കൂടുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അതിനെന്തോ ഷോർട്ടേജ് ഉണ്ട്, ആ ഗുഡ്സിന് ഷോർട്ടേജ് ഒന്നുണ്ട്, ഇപ്പോൾ നമ്മൾ മേടിച്ചില്ലെങ്കിൽ നമുക്കിനി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പൈസ കൂടിയ സമയത്ത് തന്നെ പോയി സാധനം മേടിക്കും. നേരെ മറിച്ച് ഇപ്പോൾ ആ ഗുഡ്സിന് പ്രൈസ് വളരെ ലോ ആണെങ്കിൽ കരുതും ഇത് ലാവിഷായിട്ട് അവൈലബിൾ ആണ്, ഇപ്പോൾ ഒന്നും മേടിക്കേണ്ട, വല്ല ആവശ്യമുള്ളപ്പോൾ നോക്കിയാൽ മതി, ഇപ്പോൾ മേടിക്കേണ്ട വെച്ചിട്ട് കാശ് കുറയുമ്പോൾ അത് മേടിക്കത്തുമില്ല. അതാണ് കൺസ്യൂമർ എക്സ്പെക്റ്റേഷനിലൂടെ പറയുന്നത്. അടുത്ത ചേഞ്ച് ഇൻ ഫാഷൻ. അപ്പോൾ ചേഞ്ച് ഇൻ ഫാഷൻ? ഔട്ട് ഓഫ് ഫാഷനായ ഒരു ഡ്രസ്സ് നമുക്ക് ഫ്രീ തരാമെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ മേടിച്ചെന്ന് വരില്ല, അല്ലേ? ഇപ്പോൾ ഒട്ടും ട്രെൻഡ് അല്ലാത്ത, ഒട്ടും ഫാഷൻ അല്ലാത്ത നമുക്കൊരു സാധനം നമുക്കോട് തന്നു കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല? അത് സ്വീകരിക്കില്ല. അത് ലോ ഓഫ് ഡിമാൻഡിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലോ ഓഫ് ഡിമാൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റേഷനായിട്ട് ഉള്ളത്. ഓക്കെ, ഈ നെക്സ്റ്റ് ആണ് മൂവ്മെൻറ്റ് ഇൻ ഡിമാൻഡ്. എഗെയിൻ ഗ്രാഫാണ്, ശ്രദ്ധിക്കുക. മൂവ്മെൻറ്റ് ഇൻ ഡിമാൻഡും ഉണ്ട്, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും ഉണ്ട്. മൂവ്മെൻറ്റ് ഇൻ ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 മൂവ്മെൻറ്റേ ഉള്ളൂ. ഒന്ന് എക്സ്പാൻഷൻ, രണ്ടാമത്തെ കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ ഉണ്ട്, കോൺട്രാക്ഷൻ ഉണ്ട്. വെൻ ദ പ്രൈസ് ഡിക്രീസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ്. നമ്മുടെ സാധാ പോലെ പ്രൈസ് കുറയുമ്പോൾ എന്ത് പറ്റുന്നു?
ക്വാണ്ടിറ്റി കൂടുന്നു. ഇവിടെ നമ്മുടെ പി എന്ന് എഴുതിയ ഗ്രാഫിൽ നോക്കുക, ഇവിടെ പി എന്ന് എഴുതാണ് സാധാ പ്രൈസ്. അപ്പോൾ പ്രൈസ് കുറയുമെന്ന് പറയുമ്പോൾ അത് P1 വന്നിട്ടുള്ളത്. പ്രൈസ് കുറഞ്ഞപ്പോൾ നോക്കി ആ എം എന്നത് M2 വന്നു. എന്താണ് ക്വാണ്ടിറ്റി അവിടെ കൂടി. ഓക്കെ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. കണ്ട അവിടെ ആ ഗ്രാഫ് നീങ്ങി ആ ഒരു ഗ്യാപ്പ് കൂടുതലല്ലേ, നോക്കുകയാണെങ്കിൽ കാണിച്ചു ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കൂടുതലല്ലേ, അതാണ് എന്താ എക്സ്പാൻഷൻ. ഈ ഒരു സ്ഥലമാണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി കോൺട്രാക്ഷൻ നോക്കി, ഇവിടെ ഗ്യാപ്പ് കുറവല്ലേ, നമുക്ക് ഈ ഒരു ഗ്രാഫ് ഗ്യാപ്പ് കുറവാണ്, അതാണ് കോൺട്രാക്ഷൻ. എന്ന സംഭവം എന്താണ്, ഇവിടെ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി എന്ത് പറ്റി, കുറഞ്ഞു. എമ്മിൽ നിന്ന് M1 ക്വാണ്ടിറ്റി കുറഞ്ഞു, പ്രൈസ് കൂടി. ഇവിടെ P2 പ്രൈസ് കൂടിയപ്പോൾ M1 കുറഞ്ഞു. അതാണ് എന്ത്, നമ്മുടെ കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ ഉണ്ട്, കോൺട്രാക്ഷൻ ഉണ്ട്. ഇതാണ് എന്ത്, മൂവ്മെൻറ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്താണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് എന്താണ്, നമ്മൾ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് 2 ടൈപ്പ് ഉണ്ട്. അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ട്, ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ട്. അപ്വേർഡിനെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്നും പറയാറുണ്ട്, ഡൗൺവേർഡിനെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്നും പറയാറുണ്ട്. അപ്വേർഡ് എന്താണ്, പ്രൈസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇവിടെ നമുക്ക് ഗ്രാഫിക് കാണാൻ പറ്റും, പി എന്നത് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷെ എന്താണ് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ഇവിടെ കോൺസ്റ്റൻറ്റും ക്വാണ്ടിറ്റി ഇൻക്രീസും ചെയ്യുകയാണെങ്കിൽ അതാണ് അപ്വേർഡ് ഷിഫ്റ്റ്. പിന്നെയും പ്രൈസ് കോൺസ്റ്റൻറ്റും ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡൗൺവേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്താണ് ഇനി ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ടൈപ്പ് ഇലാസ്റ്റിറ്റി ഉള്ളത്, പ്രൈസ്, ഇൻകം, ക്രോസ് ഇലാസ്റ്റിറ്റി. ഓക്കെ, ഇതിലൊന്നാമത്തെ നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി. എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി? ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് കൺസ്യൂമർ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ കമോഡിറ്റി. ഒരു കമോഡിറ്റിൻ്റെ പ്രൈസിലുണ്ടാവുന്ന മാറ്റം കാരണം കൺസ്യൂമർ എങ്ങനെയാണ് അതിന് റെസ്പോൺസ് ചെയ്യുന്നത്. പ്രൈസിൽ ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ കൺസ്യൂമർ എങ്ങനെ അതിന് റെസ്പോൺസ് ചെയ്യും, അത് നോക്കുന്ന ഒന്നാണ് പ്രൈസ് എലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ വരുന്ന ഓരോ ടൈപ്പുകളാണ്, ഓരോ ഡിഗ്രികളാണ്. ഒന്നാമത്തെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ വേറെ പേരാണ് ഇൻഫിനിറ്റ് ഇലാസ്റ്റിറ്റി. ഇൻഫിനിറ്റ് ഇവിടെ കണ്ടല്ലേ, EP ഇൻഫിനിറ്റി എന്ന് ഓർത്താണത്, അതാണ് ഇൻഫിനിറ്റ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഗ്രാഫ് മനസ്സിലേക്ക് വരണം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ചേഞ്ച് മാത്രമേ പ്രൈസിലുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, പ്രൈസ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അവിടെ ക്വാണ്ടിറ്റി നോക്കിയേ, ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇതാണ് ക്വാണ്ടിറ്റിയുടെ സൈഡ്. അപ്പോൾ ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പ്രൈസ് ഇവിടെ എന്താണ്, സെയിം തന്നെയാണ്, പക്ഷേ ക്വാണ്ടിറ്റി നോക്കിയേ, ക്വാണ്ടിറ്റി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കൂടി ആ ലൈൻ നേരെ പോലെ. അതാണ് എന്ത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് കോൺസ്റ്റൻറ്റും ക്വാണ്ടിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കിട്ടിയോ? ഇനി അടുത്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൻ്റെ വേറെ പേരാണ് സീറോ ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതവിടെ കാണിച്ചിട്ടുള്ളത് EP = 0. അതാണ് സീറോ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ക്വാണ്ടിറ്റി സെയിം ആണ്. കണ്ട, ക്വാണ്ടിറ്റി ഇവിടെ എന്താണ്, സെയിം ആണ്, ഒറ്റ പോയിൻ്റിൽ നിന്നാണ് ക്വാണ്ടിറ്റി പോകുന്നത്. പക്ഷേ എന്താണ്, ഇവിടെ പ്രൈസുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വേരി ചെയ്തിട്ടുള്ളത്. മാറിക്കൊണ്ടിരിക്കുന്നത് പ്രൈസാണ്. ഓക്കെ, പ്രൈസ് മാറിയെന്ന് വെച്ചിട്ട് പ്രൈസ് കുറഞ്ഞാലും കൂടിയാലും ഒന്നും തന്നെ എന്ത് പറ്റില്ല, ക്വാണ്ടിറ്റിയിൽ വലിയ മാറ്റം ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, അതാണെന്ത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സീറോ ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഇനി റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഗ്രാഫ് നോക്കുക. ചേഞ്ച് ഇൻ പ്രൈസ് മോർ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈസിലുണ്ടായ ചേഞ്ച് ഒക്കെ ഇത്രയാണ്, പ്രൈസിലുണ്ടായ ചേഞ്ച്. പക്ഷെ ക്വാണ്ടിറ്റിയിലുണ്ടായ ചേഞ്ചിൽ കുറച്ചുകൂടി വണ്ണം ഇല്ലേ, ഈ ഒരു വണ്ണമാണോ, ഇത്ര വണ്ണമാണ് ഇവിടെ, അല്ല, വണ്ണം കുറച്ച് കൂടുതലാണ്. എന്താണ്, പ്രൈസിലുണ്ടായ ചെറിയ ചേഞ്ചിൽ വലിയൊരു ക്വാണ്ടിറ്റി ചേഞ്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രൈസിൽ കുഞ്ഞി ചേഞ്ചും ക്വാണ്ടിറ്റിയിൽ മോർ ചേഞ്ചും. അതാണ് എന്ത്, നമ്മുടെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പ്രൈസിൽ കുഞ്ഞി ചേഞ്ചും പിന്നെന്താണ്, നമ്മുടെ ക്വാണ്ടിറ്റിയിൽ വലിയ ചേഞ്ചും ഉള്ളത്, അതാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, EP > 1. 1 കൂടുതലായിരിക്കും ഇവിടുത്തെ ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്താണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ
പ്രൈസ് ഒൺലി ബ്രിങ് ലെസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, പ്രൈസിൽ ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ അതേപോലെ ചെറിയ ചേഞ്ച് മാത്രമേ ക്വാണ്ടിറ്റിയിലും ഉണ്ടാവുള്ളൂ. അതാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇ പി ഈസ് ലെസ് ദാൻ 1 ആണ്. ഇ പി എന്താണ് ഇവിടെ? ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അടുത്താണ് ഇനി യൂണിറ്റ് ഇലാസിറ്റി. യൂണിറ്റ് ഇലാസിറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിലുള്ള ചേഞ്ച് ആയിട്ട് ഈക്വൽ ആയിരിക്കും. ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ് യൂണിറ്റ് ഇലാസിറ്റി ഈസ് ഈക്വൽ ടു 1 ആണ് കേട്ടോ. ഇ പി ഈസ് ഈക്വൽ ടു ഇലാസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പ്രൈസ് ഇലാസിറ്റി ഈസ് ഈക്വൽ ടു 1 ആണ്. ഇത്രയാണ് പ്രൈസ് ഇലാസിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ആണ് ഇനി ഇൻകം. ഇൻകം ഇലാസിറ്റി എന്താണ്? ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ടു ചേഞ്ച് ഇൻ കൺസ്യൂമർ ഇൻകം. നേരത്തെ എന്താ പറഞ്ഞത്? ഒരു സാധനത്തിൻ്റെ പ്രൈസിൽ മാറ്റം വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും കൺസ്യൂമർ റെസ്പോൺസ് ചെയ്യുക? അതേപോലെ തന്നെ ഒരു കൺസ്യൂമർ ഇൻകത്തിലാണ് മാറ്റം വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കൺസ്യൂമർ അത് റെസ്പോൺസ് ചെയ്യാൻ നോക്കുന്നതാണ് ഇൻകം ഇലാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. 3 ടൈപ്പ് ഉള്ളത്. ഒന്നാമത്തെയാണ് സീറോ ഇൻകം ഇലാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സീറോ ഇൻകത്തിൻ്റെ നമ്മുടെ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? ചേഞ്ച് ഇൻ ഇൻകം ഹാസ് നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇൻകം മാറി എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തില്ല, നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി, നമ്മൾ മേടിക്കാറുള്ള സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ വലിയ മാറ്റമൊന്നും തന്നെ നമ്മൾ വരുത്തിയില്ല. അതാണ് എന്താ സീറോ ഇൻകം ഇലാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള, ഏറ്റവും നെസസറി ആയിട്ടുള്ള ഗുഡ്സൊക്കെ എന്താണ്? ഈ പറയുന്നിട്ടുള്ള സീറോ ഇൻകം ഇലാസിറ്റിയാണ്. നമുക്ക് എത്ര ഇൻകം കൂടിയാലും കുറഞ്ഞാലും നമുക്ക് അതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നെസസറി ഗുഡ്സ്, ഇപ്പോൾ ഉപ്പ്, അരി, അങ്ങനെ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും മേടിച്ചുകൊണ്ടേയിരിക്കും. കുറയ്ക്കോ കൂട്ടുകയും ചെയ്യില്ല, നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതാണ് സീറോ ഇൻകം ഇലാസിറ്റി. അപ്പോൾ എന്താണ്? ഇൻകത്തിൽ ചേഞ്ച് വന്നു, പക്ഷേ ക്വാണ്ടിറ്റിയിൽ വലിയ ചേഞ്ച് ഒന്നും വന്നില്ല. അടുത്ത പോസിറ്റീവ് ഇൻകം ഇലാസിറ്റി. ഇൻക്രീസ് ഇൻ ഇൻകം ലെഡ് ടു ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. എന്താണ്? നമ്മുടെ ഇൻകം കൂടിയപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റിയുടെ അളവും കൂടി. പണ്ടൊക്കെ നമ്മുടെ കയ്യിൽ കാശ് കുറവ് സമയത്ത് നമ്മൾ കടയിൽ നിന്ന് 100 ഗ്രാം വെച്ച് എല്ലാ സാധനം മേടിക്കാറുണ്ടായുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ വലിയത് മേടിക്കാനുള്ള കാശ് ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഇൻകം കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനിപ്പോൾ 1 കിലോയും 2 കിലോയ്ക്കാണ് ഓരോ സാധനങ്ങൾ മേടിക്കുന്നത്. അതാണ് എന്ത്? പോസിറ്റീവ് ഇൻകം ഇലാസിറ്റി. എൻ്റെ കയ്യിൽ ഇൻകം കൂടിയപ്പോൾ ഞാൻ മേടിക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി എന്ത് പറ്റി? നല്ല രീതിയിൽ കൂടി. അതാണ് ഈ പോസിറ്റീവ് ഇൻകം ഇലാസിറ്റി. നെക്സ്റ്റ് ആണ് നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി. എൻ്റെ കയ്യിൽ ഇൻകം കൂടിയപ്പോൾ ഞാൻ മേടിക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഇൻഫീരിയർ ഗുഡ്സൊക്കെ ഇല്ലേ, നമ്മളുടെ ഭയങ്കര പാവപ്പെട്ട സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് പോലെ ഗോതമ്പോ അല്ലെങ്കിൽ റവയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം അരി വാങ്ങിക്കാനുള്ള കാശൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഏറ്റവും ലോ ക്ലാസ് അരിയാണ് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇൻകം കൂടിക്കഴിയുമ്പോൾ ഞാൻ ആ അരിയൊക്കെ നിർത്തിയിട്ട് ഞാൻ നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അരിയൊക്കെ മേടിക്കാൻ തുടങ്ങി. അപ്പോൾ അതെന്താണ്? നമ്മുടെ ജിഫം ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സൊക്കെ ഒഴിവാക്കി നമ്മൾ നല്ല ഗുഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവന്നു. ഇൻകം കൂടുന്തോറും ചീത്ത ഗുഡ്സൊക്കെ നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ അതാണ് നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്താണ് ക്രോസ് ഇലാസിറ്റി. എന്താണ് ക്രോസ് ഇലാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡീൽ വിത്ത് ദ പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് ഗുഡ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് തമ്മിലുള്ള ആ ഒരു പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ക്രോസ് ഇലാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആവാം. അപ്പോൾ ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഡിക്കേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ഓഫ് വൺ പ്രൊഡക്റ്റ് വിത്ത് ദ പ്രൈസ് ഓഫ് അനദർ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ, പണ്ടേ തൊട്ട് പറഞ്ഞ എക്സാമ്പിളാണ് എന്താ? ടീയും കോഫിയും. എന്താണത്? ടീക്ക് കാശ് കൂടുകയാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും? കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റി? ടീക്ക് കാശ് കൂടിയപ്പോൾ കോഫിയുടെ ഡിമാൻഡും കൂടി. ടീയുടെ കാശ് കുറഞ്ഞപ്പോൾ എന്ത് പറ്റി? എല്ലാവരും ടീ തന്നെ മേടിക്കാൻ തുടങ്ങി. അപ്പോൾ കോഫി ഡിമാൻഡും കുറഞ്ഞു. അപ്പോൾ ടീയുടെ ഡിമാൻഡ് കൂടുമ്പോൾ, ടീയുടെ കോസ്റ്റ് കൂടുമ്പോൾ, പ്രൈസ് കൂടുമ്പോൾ എന്ത് പറ്റും? കോഫിയുടെ ഡിമാൻഡും കൂടും. മനസ്സിലായോ? അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. രണ്ടും ഒരേപോലെ പോകും. ടീക്ക് കാശ് കൂടിക്കഴിഞ്ഞാൽ കോഫി ഡിമാൻഡ് കൂടും. ഇനി കോംപ്ലിമെൻ്ററി ആണെങ്കിൽ എന്താണ്? ഒന്നിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇപ്പോൾ പറയുകയാണെങ്കിൽ ടി വിയും റിമോട്ടും കാറും പെട്രോളും ഇതൊക്കെ ഒന്നിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ടി വിയുടെ കാശ് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിമോട്ടിൻ്റെ കാശ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്? ടി വിയുടെ കാശും കൂടും അല്ലേ? അപ്പോൾ എന്ത് പറ്റും? ഇപ്പോൾ ടി വിയുടെ കാശ് കൂടിക്കഴിഞ്ഞാൽ റിമോട്ടിൻ്റെ ഡിമാൻഡ് കുറയും. എന്തുകൊണ്ടാണ്? ടി വി കാശ് കൂടുമ്പോൾ ആൾക്കാർ ടി വി മേടിക്കാണ്ടാവും. ടി വി മേടിക്കാണ്ട് ആരും റിമോട്ട് മേടിക്കാൻ പോകണില്ല. അപ്പോൾ റിമോട്ട് ഡിമാൻഡ് ഡും എന്ന് പറഞ്ഞ് താഴ്ത്തു പോകും. അപ്പോൾ ടി വിയുടെ കാശ് കൂടുമ്പോൾ റിമോട്ടിൻ്റെ കാശ് കുറയും. റിമോട്ടിൻ്റെ കാശ് കുറയുന്നല്ല, റിമോട്ടിൻ്റെ ഡിമാൻഡ് കുറയും. അതേപോലെ തന്നെ
ഇപ്പോൾ കാറിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ പെട്രോൾ ഡിമാൻഡ് കുറയും. കാരണം എന്താണ്, ആൾക്കാർ കാർ ഉപയോഗിക്കാണ്ട് വല്ല ബസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോയോ ഒക്കെ യൂസ് ചെയ്ത് പോകാൻ നോക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ പറയണത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലുള്ളത്. നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൂടി ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളും ഇത്രയും വരെയും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.